നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു രോഗത്തേക്കാൾ ഉപരി ശരിയായ സമയത്ത് ശ്രദ്ധ കൊടുത്താൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ഘടനാ വ്യതിയാനത്തെക്കുറിച്ചാണ്. സ്കോളിയോസിസ്. കുട്ടികളിലും കൗമാരപ്രായക്കാരിലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ മുതിർന്നവരിലും കണ്ടേക്കാവുന്ന ഈ അവസ്ഥയുടെ പ്രകടമായ ലക്ഷണമെന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആകാര വടിവിലുള്ള നോർമലല്ലാത്ത വ്യതിയാനങ്ങളാണ്. കൂടുതലറിയാം സ്കോളിയോസിസിനെ കുറിച്ച്. നമ്മോടൊപ്പം ചേരുന്നു രാജഗിരി ഹോസ്പിറ്റലിലെ ഓർത്തോസ്പൈൻ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ വേണുഗോപാൽ മേനോൻ. നമസ്കാരം സാർ. ഒരു വിദഗ്ധ അഭിപ്രായം എന്ന നിലയ്ക്ക് എന്താണ് സിംപ്ലി സ്കോളിയോസിസ്? സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ സൈഡിലേക്കുള്ള വളവിനാണ് സ്കോളിയോസിസ് എന്ന് പറയുക. അതായത് ഫ്രണ്ടിലേക്കുള്ള കൂനല്ല, ബാക്കിലേക്കുള്ള വളവല്ല, സൈഡ് വൈസ് ഉള്ള വളവിനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഏത് പ്രായക്കാരിലാണ് സ്കോളിയോസിസ് കാണപ്പെടുന്നത്? ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് സ്കോളിയോസിസ് അഡോളസെൻറ്റ് ഇഡിയോപാത്തിക് സ്കോളിയോസിസ് എന്ന് പറയും. അത് പെൺകുട്ടികൾക്ക് മെൻസസ് തുടങ്ങുന്ന പ്രായത്തിലുണ്ടാകുന്നതാണ്. 12 to 13 ഇയേഴ്സിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫോമിറ്റിയാണ്. ആ പ്രായത്തിലാണ് കൂടുതൽ കാണുന്നത്. ആൺകുട്ടികളിൽ കുറവാണ്, പെൺകുട്ടികളാണ് 90% സ്കോളിയോസിസ് ആയിട്ട് വരുന്നത്. ഒരു 10% ആൺകുട്ടികളുണ്ടാകുള്ളൂ. ഇപ്പോൾ സ്കോളിയോസിസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ? ബേസിക്കലി സ്കോളിയോസിസിൻ്റെ വളവ് തന്നെയാണ്, ശരീരത്തിനുള്ള ചെരിവാണ് അതിൽ കാണുക. ഷോൾഡർ പൊങ്ങി നിൽക്കുക, കുനിഞ്ഞ് നോക്കുമ്പോൾ ബാക്ക് അസിമെട്രിക് ആയിട്ട് രണ്ട് സൈഡിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക, അരക്കെട്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുക, ഇതൊക്കെയാണ് സ്കോളിയോസിൽ കാണുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണില്ല, നേരെ ഒന്ന് നോക്കിയാൽ കാണില്ല. അപ്പോൾ കുനിയുമ്പോഴേ അത് കാണുള്ളൂ. കുനിഞ്ഞ് നിൽക്കുമ്പോൾ ബാക്കിൽ രണ്ട് സൈഡിൽ തമ്മിലുള്ള വ്യത്യാസം കാണും. നേരെ നോക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അറിയാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ സ്കോളിയോസിസ് എന്ന അവസ്ഥയെ സ്ക്രീൻ ചെയ്യാനായിട്ട് അത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാഥമിക ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്ക്രീനിങ് പ്രോസസ്സ് എങ്ങനെയാണ്? സോ സ്കൂൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ തന്നെ കുട്ടികളെ സ്കോളിയോസിസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നേഴ്സസ് ആണ് അത് സാധാരണ ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കുനിച്ച് നിർത്തിയിട്ട് കൈ മുട്ടിൽ വെച്ചിട്ട് ബാക്കിൽ നിന്ന് നോക്കും. അപ്പോൾ രണ്ട് സൈഡും തമ്മിൽ കയറ്റിറക്കം കാണാം. അപ്പോൾ നമുക്ക് ഉടനെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതാണ് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതൊക്കെ എക്സ്റേയും കാര്യങ്ങളുമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആകാര വടിവിലുള്ള അല്ലെങ്കിൽ ഒരു പ്രകടമായിട്ടുള്ള രൂപമാറ്റം മാത്രമാണോ, അതോ മെഡിക്കലി നമുക്ക് എന്തെങ്കിലും റിസ്കുകളുണ്ടോ? മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റ് അവയവങ്ങളെ ബാധിക്കുക, അങ്ങനെയുള്ള റിസ്കുകളുണ്ടോ ഡോക്ടർ ഇതിൽ? അതിൻ്റെ നോർമലി ചെറിയ ഡിഗ്രി ഓഫ് സ്കോളിയോസിസ്, അതായത് ഒരു 20 ഡിഗ്രി 30 ഡിഗ്രി 40 ഡിഗ്രി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. അതൊരു കോസ്മെറ്റിക് പ്രോബ്ലമാണ്. കാഴ്ചയിലുള്ള അഭംഗി തന്നെയാണ് അതിൻ്റെ പ്രോബ്ലം. നേരെ മറിച്ച് ഈ കേർവ് ഗ്രാജുവലി കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് വളർന്നു വരുന്നതനുസരിച്ച് വളവ് വർദ്ധിച്ചു വരും. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഒരു പ്രോബ്ലമാണ്. ഒരു 90 ഡിഗ്രി 100 ഡിഗ്രി കേർവൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കുറേശ്ശെ ആന്തരിക അവയവങ്ങളെ കുറേശ്ശെ കംപ്രസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതൊരു പ്രോബ്ലമായി തീരും. ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ പ്രധാനമായിട്ടും സ്കോളിയോസിസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്? ദാറ്റ് ഡിപ്പെൻസ്. നമ്മൾ ഏത് സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതനുസരിച്ച്. നാച്ചുറലി എല്ലാ രോഗങ്ങളെയും പോലെ തന്നെ ഇതും ഏർലി ഡയഗ്നോസ് ചെയ്യുന്നതാണ് നല്ലത്. എത്രയും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു 30-40 ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 70 ഡിഗ്രി 90 ഡിഗ്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് SRS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, സ്കോളിയോസിസ് റിസർച്ച് സൊസൈറ്റിയാണ്. അത് അമേരിക്കയിലുള്ളൊരു ഓർഗനൈസേഷനാണ്. അവരുടെ ഗൈഡ് ലൈൻസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് 40 ഡിഗ്രി വരെയുള്ള കേർവ്സ് എല്ലാം നമുക്ക് ബെൽറ്റ് ഇട്ട് കൺട്രോൾ ചെയ്യാം, ബ്രേസ് ഇട്ട് കൺട്രോൾ ചെയ്യാം. 40 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് സർജറി ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അതിന് വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ സെലക്ഷന് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. എങ്ങനെ ഏത് സർജറിയാണോ ബ്രേസ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യുന്നതിന് വേരിയസ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾ സർജറികളെ ഭീതിയോടെയാണ് കാണുന്നത്. ഇപ്പോൾ സ്കോളിയോസിസിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ മാർഗം സർജറിയാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ട അവസ്ഥയുണ്ടോ? സർജറികൾ റിസ്ക്കിയാണോ? നോക്കൂ, നട്ടലിൻ്റെ എല്ലാ സർജറിയും മേജർ സർജറിയാണ്. നട്ടലിനൊരു മൈനർ സർജറി എന്നൊരു പ്രസ്ഥാനം ഇല്ല. എന്ത് കാണിച്ചാലും നട്ടലായതുകൊണ്ട് അതൊരു മേജർ സർജറിയാണ്. അതുപോലെ തന്നെ സ്കോളിയോസിസും ഒരു വലിയ സർജറിയാണ്. ഇറ്റ് ടേക്സ് ടൈം. അതൊരു കുറേ സമയം എടുക്കുന്ന സർജറിയാണ്. 4 to 5 hours എടുക്കുന്ന ഒരു വലിയ സർജറിയാണ് നട്ടലിൻ്റെ. എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ സ്പൈനൽ കോഡ് മോണിറ്ററിങ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് നട്ടലിൻ്റെ ഉള്ളിൽ സ്ക്രൂട്ട് ആ ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി സ്പൈനൽ കോഡിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെന്തെങ്കിലും പുള്ളോ സ്ട്രെച്ചോ ഡാമേജോ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ മോണിറ്ററിങ്ങോട് കൂടിയ സർജറിക്ക്. പിന്നെ മോഡേൺ അനസ്തറ്റിക് ടെക്നിക്സൊക്കെ നല്ല വളരെ എന്താ പറയുക, എക്സെപ്ഷണലി ബ്രില്യൻ ടെക്നിക്സാണ് ഇപ്പോഴത്തെ അനസ്തീഷ്യയൊക്കെ. അപ്പോൾ സോ അങ്ങനെ വലിയ റിസ്ക് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച്
വിചാരിച്ച് സീറോ റിസ്ക് അല്ലതാണ്. അപ്പോൾ കുറച്ച് ഭയം ആവശ്യമാണ്, പക്ഷെ അല്ലാതെ അങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ ഫാലി സേഫ് സർജറി. കൂടുതലായിട്ടും സാർ പറഞ്ഞതുപോലെ കുട്ടികളിലും അഡോളസൻസിലൊക്കെയാണ് സ്കോളിയോസിസ് കാണുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും പഠിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു സർജറി പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എത്ര നാളെടുക്കും ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് അവർ വരാനായിട്ട്? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമ്മൾ സ്കോളിയോസിസ് അധികം സമ്മർ വെക്കേഷനിലാണ് ചെയ്യുക, കുട്ടികൾക്ക് ഹോളിഡേയ്സ് ഉള്ള സമയത്ത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസം ടൈം അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. 6 വീക്സോളം സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. അവർ വീട്ടിനകത്ത് കൂടെ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാം, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ബാഗ് എടുക്കുക, സ്കൂളിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 6 വീക്സ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോയി തുടങ്ങാം. ഒരു 3 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവരെ ലൈറ്റ് സ്പോർട്ടിങ് ആക്ടിവിറ്റിക്ക് എൻകറേജ് ചെയ്യും. സൈക്ലിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. ഒരു 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഈവൻ ഇൻ കോൺടാക്ട് സ്പോർട്സ്. അതായത് ഹോക്കി, ഫുട്ബോൾ പോലത്തെ ഹെവി ആക്ടിവിറ്റീസ്, ഡാൻസിങ്, ഭരതനാട്യം, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ്, യോഗ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമ്മർ വെക്കേഷന് ഒരു സർജറി ചെയ്താൽ അടുത്ത വെക്കേഷനിൽ കുട്ടി കൂടുതൽ കോൺഫിഡൻറ്റോടെ വളരും. അടുത്ത വെക്കേഷൻ തന്നെ ആവശ്യമില്ല. ആക്ച്വലി 1.5 months കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ബാക്ക് ടു സ്കൂൾ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടി എല്ലാ പേരൻസും സാധാരണ ചോദിക്കുന്ന, അമ്മമാർ പ്രത്യേകിച്ചും ചോദിക്കുന്നതാണ്, ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് നോർമൽ മാരീഡ് ലൈഫ് സാധ്യമാകുമോ, ഇവർക്ക് നോർമൽ ആളുകളെ പോലെ, സ്ത്രീകളെ പോലെ പ്രസവിക്കാൻ പറ്റുമോ, മെറ്റേണിറ്റിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേക പ്രിക്കോഷൻ ഉണ്ടോ, ജോലി ചെയ്യാൻ പറ്റുമോ, മുറ്റടിക്കാൻ പറ്റുമോ, കുനിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ദേ ക്യാൻ ഡു എവറിത്തിങ് എ നോർമൽ ചൈൽഡ് ക്യാൻ ഡു. സാധാരണ കുട്ടികൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും ചെയ്യാം. കുനിയാം, നീരാം, മുറ്റടിക്കാം, വെള്ളം വരാം, വിവാഹം കഴിക്കാം, കുട്ടികളുണ്ടാവും, അതൊക്കെ നോർമലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനൊന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് ഈ ഒരു അവസ്ഥയായിട്ട് മുന്നോട്ട് പോകുന്നതിലും നല്ലത്. ആബ്സല്യൂട്ട്ലി. കാരണം ഒരു കോസ്മെറ്റിക് ഡിഫോമിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഏജിൽ പെൺകുട്ടികളെ അത് കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവരുടെ സൈക്കോളജിക്കലി ഓൾസോ കുറച്ച് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ബോഡി ഇമേജിനെ പറ്റി പെൺകുട്ടികൾ കൂടുതൽ കോൺഷ്യസ് ആണല്ലോ, അപ്പോൾ അതൊരു അവരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം എന്ത് തന്നെ ആയാലും ചികിത്സ എടുക്കുന്നില്ല എന്ന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയുള്ള ആൾ തീരുമാനിച്ചാൽ അവർക്ക് മുമ്പോട്ട് പോകുന്ന ലൈഫ് എത്രത്തോളം ദുർഘടമായിരിക്കും? അപ്പോൾ അതിനകത്ത് 2 ഇഷ്യൂ ആണുള്ളത്. ഒന്ന്, പെൺകുട്ടികൾക്ക് സാധാരണ ഗ്രോത്ത് ഉള്ളത് 20 years വരെയാണ്, ആൺകുട്ടികൾക്ക് ഗ്രോത്ത് ഉള്ളത് 21 years വരെയാണ്. അപ്പോൾ ഈ കുട്ടികൾ വളരുന്നതനുസരിച്ച് നട്ടൽ വളർന്നുകൊണ്ടിരിക്കും, വളരുന്നതനുസരിച്ച് വളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 21 years വരെ ഈ വളവ് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് ഒരുമാതിരി വല്ലാത്ത ഗ്രോട്ടസ്ക് രീതിയിൽ പലപ്പോഴും ആകും. അതൊന്നാമത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ടുള്ളത് അഡൾട്ട്ഹുഡാണ്. അഡൾട്ട്ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ റേറ്റിൽ പ്രോഗ്രസ് ചെയ്യില്ല, കാരണം ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടേ പ്രോഗ്രസ് ചെയ്യുള്ളൂ. പക്ഷേ ജസ്റ്റ് ഇമാജിൻ, ഈ വളവുള്ള ഒരാൾ സഡൻലി ഒരു 50 years അല്ലെങ്കിൽ 60 years ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം വന്നിട്ട് ആ സമയത്ത് അത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഒരു നോർമൽ സ്പൈനൽ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സ്പൈൻ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിരിക്കും. അഡൾട്ട്സിൽ ഇതിനൊരു സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കുട്ടികളുടെ പോലെ ഫ്ലെക്സിബിൾ അല്ല സ്പൈൻ. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യണമെങ്കിലും ഇറ്റ്സ് വെർച്വലി ഇമ്പോസിബിൾ. പറ്റും, പോസിബിളാണ്, ബട്ട് നോട്ട് ഈസി അറ്റ് ഓൾ. അപ്പോൾ ഓൺ ദ ഹോൾ എത്രയും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനമുണ്ട്. സാറിൻ്റെ ഈ ഒരു അഭിപ്രായം ഒരു വിദഗ്ധ അഭിപ്രായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു ഡോക്ടർ സ്ക്രീനിങ് കാണുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സാർ. താങ്ക് യു.